Hi all, today we will discuss about computer hardware. നമ്മളൊരു കമ്പ്യൂട്ടർ എലിമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് രണ്ട് കാറ്റഗറീസാണ് വരുന്നത്. അത് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും. ഓക്കെ, നമുക്കൊരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദി മേജർ ടെൻസ് ഓഫ് equipment or their components used for particular purpose. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പോണൻറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കീബോർഡ്, മൗസ്, CPU എന്തൊക്കെയാണോ അതെല്ലാം വരും. ഓക്കെ, മോണിറ്റർ എല്ലാം വരും. Okay, so a modern PC is made up of multiple physical components of computer hardware upon which can be installed an operating system and a unique multitude of software programs that the operators decide functions. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു കുറേ കമ്പോണൻറ്റ്സ് ചേർന്നിട്ടുള്ളതാണ്, കുറേ എക്യുപ്മെൻറ്റ്സ് ചേർന്നിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു. മാം, ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർസ് വേണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും. വിൻഡോസ്, ലിനക്സ് അങ്ങനത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പം തന്നെ കുറേ ബിൽറ്റിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ്, അത് ഡോക്യുമെൻറ്റേഷൻ, എക്സൽ ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എന്താണ് ആ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള എന്താണ് സോഫ്റ്റ്വെയർസ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് നമ്മളുടെ മദർ ബോർഡ്. മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദർ ബോർഡ് ഈസ് ദി മെയിൻ കമ്പോണൻറ്റ് ഇൻസൈഡ് ദി കേസ്. കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് PC ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം മോണിറ്റർ ഉണ്ടായിരിക്കാം, പിന്നെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും, വലിയൊരു ബോക്സ്. അപ്പോൾ നമ്മളുടെ പ്രോസസ്സർ എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു ബോക്സ്, അതാണ് നമ്മളുടെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താ? ഒരു റെക്റ്റാങ്കുലർ ബോക്സ്, ഒരു റെക്റ്റാങ്കുലർ ബോർഡ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കുലർ ബോർഡ് കാണാം. ഇതിലാണ് നമ്മളുടെ എല്ലാ കമ്പോണൻറ്റ്സും ഇതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ മദർ ബോർഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, it is large rectangular board with the integrated circuitry that connects the rest of the parts of computer including CPU, RAM, disk drivers, അതായത് CD, DVD, hard disk, as well as any peripheral connectors. peripheral connectors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീബോർഡ്, മൗസ് അതൊക്കെ. ഓക്കെ, വയ ദി പോർട്ട് ഓർ ദി എക്സ്പാൻഷൻ സ്ലോട്ട്സ്. പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലേ എന്താണ്? നമ്മളുടെ ഇപ്പോൾ കീബോർഡ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യില്ലേ, ആ ഒരു കണക്ട് ചെയ്യുന്ന ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് CPU പാർട്ടുണ്ട്, ദെൻ റാം പ്ലേസ് ചെയ്യാനുള്ള സ്ലോട്ട്, ദെൻ ഇതാണ് നമ്മളുടെ എന്താണ് കീബോർഡൊക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് പോർട്ടുകൾ, അതാണ് ബാക്ക് പാനൽ. ദെൻ AGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റഡ് ഗ്രാഫിക് പോർട്ടാണ്. PCI എന്ന് പറയുന്നതും ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം ചോദിക്കും, നമുക്ക് ഗ്രാഫിക് കാർഡ് വേണോ, കാർഡ് വേണോ എന്ന് ചോദിക്കാറുണ്ട്. അത് എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ് ഫോർ എന്താ പറയുക, ഗ്രാഫിക് സപ്പോർട്ട്. അതായത് ഗെയിമൊക്കെ 3D അതേപോലെ പല ഡിസൈനിങ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ നമുക്കവിടെ ഗ്രാഫിക്സ് കാർഡ് വേണം. അപ്പം AGP, PCI അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കമ്പോണൻസും ഈ ഒരു മദർ ബോർഡായിട്ടാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പാർട്സുകളാണ് ഈ മദർ ബോർഡുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒന്ന് CPU. ഇപ്പം നമ്മൾ കണ്ടു, ഇതാണ് നമ്മളുടെ CPU എന്ന് പറയുന്നത്. ഇതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്.
അപ്പോൾ നമ്മൾ ഈ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന, അതായത് പബ്ലിക് എക്സാംസ്, അതായത് നമ്മൾ PSC പോലത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ഹാർഡ്വെയർ പാർട്ടാണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്? അപ്പോൾ അതാണ് CPU. CPU എന്ന് പറയുന്നതാണ് ബ്രെയിൻ. നമ്മൾ പറയും കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് CPU. ഓക്കെ, അതായത് ഇതിലാണ് നിങ്ങളുടെ എല്ലാത്തരം കാൽക്കുലേഷൻസും, അതായത് അരിത്തമാറ്റിക്, ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് ഇപ്പം ലെസ് ദാൻ, ഗ്രേറ്റർ, അതായത് കമ്പാരിസൺ ഓപ്പറേഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ CPU-ൽ വെച്ചിട്ടാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, ദി CPU's മെയിൻ ഫങ്ഷൻ ഈസ് ടു ടേക്ക് ഇൻപുട്ട് ഫ്രം പെരിഫറൽ. ഓക്കെ, അതായത് CPU-യുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കീബോർഡ്, മൗസ്, പ്രിൻ്റർ, അങ്ങനെ എന്താണ് അങ്ങനത്തെ ഇൻപുട്ട് ഫ്രം പെരിഫറൽസ്. പെരിഫറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീബോർഡ്, മൗസ്, അതൊക്കെ. ഓക്കെ, ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഓക്കെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്ന്, ആൻഡ് ഇൻ്റർപ്രിറ്റ് വാട്ട് ഇറ്റ് നീഡ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി നമുക്ക് 2 വാല്യൂസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ എന്താണ് അതാണ് കീബോർഡ് വഴി നമുക്ക് ആക്സസ് ചെയ്തിട്ട് എന്താണോ പെർട്ടിക്കുലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഇത് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം, ഒന്നുകിൽ പ്രിൻ്ററിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. ഓക്കെ, ദി CPU then either outputs information to a monitor or performs the peripheral requested task. It is usually cooled by heat sink and fan. ഓക്കെ, അപ്പം CPU എന്ന് പറയുന്നത് അതാണ്. അപ്പം പ്രിൻ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കേട്ടോ. ഇവിടെ ഇൻപുട്ടിലാണ് കൊടുത്തത്, സോറി. പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് CPU എന്ന്, അതായത് കീബോർഡ്, മൗസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇൻപുട്ട്, അതായത് CPU ഇത് ആക്സസ് ചെയ്യും. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വഴിയാണ് കീബോർഡിൽ നിന്ന്, മൗസിൽ നിന്നൊക്കെ നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്തിട്ട് then എന്താണോ അതിൻ്റെ പെർഫോമൻസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്ററിലേക്കോ പ്രിൻ്ററിലേക്കോ ഏതാണോ നമുക്ക് അത് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്സെറ്റ്. that mediates the communication between CPU and other components of the system include the main memory. Okay, അതായത് ഇതിൻ്റെ ഡേറ്റ ഫ്ലോ, ഇപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന അതിനെ നമുക്ക് CPU-ന്ന് എത്തിക്കണം. CPU-ന്ന് എന്താണോ പെർഫോം ചെയ്തിട്ട് അത് എന്താണ് റാമുമായിട്ട് കണക്ഷൻ, അങ്ങനെ ഒരു ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ എല്ലാ കമ്പോണൻസും CPU ആയിട്ടും പിന്നെ എന്താണ് ബാക്കി കമ്പോണൻസ് ആയിട്ടും പിന്നെ എന്താണ് റാമുമായിട്ടും ഒക്കെ, റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി, അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് എന്താണ്, ചിപ്സെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് റാമിനെ പറ്റിയിട്ടാണ്. റാൻഡം ആക്സസ് മെമ്മറി ദാറ്റ് സ്റ്റോർസ് ഓൾ റണ്ണിങ് പ്രോസസ് ഓർ ആപ്ലിക്കേഷൻസ് ആൻഡ് ദി കറൻറ്റ് റണ്ണിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യും. ഈ ഫസ്റ്റിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് നമ്മൾ ബൂട്ടിംഗ് എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ എവിടെയാണ് റിസൈഡ് ചെയ്യുക, നമ്മളുടെ റാമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്റ്റീവായിട്ടുള്ള എല്ലാ പ്രോസസ്സും ഉണ്ടാവുക എവിടെയായിരിക്കും, റാമിലായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളൊരു വേർഡ് ഓപ്പൺ ചെയ്തു, അപ്പോൾ അത് വർക്ക് ചെയ്യുക എവിടെയായിരിക്കും, റാമിലായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാകും ചിലപ്പം, അതായത് ഇപ്പം നമ്മൾ വേർഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായിപ്പോയി, സിസ്റ്റം ഓഫായിപ്പോയി. അപ്പോൾ ഓഫായിപ്പോയി പിന്നെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതെന്തല്ല, അവിടെ കാണില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ കാണില്ല. കാരണം അത് സേവ് ആയിട്ടില്ല. കാരണം ആ ഡോക്യുമെൻ്റ് എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് റാമിലാണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ പവർ ഓഫ് ആവുന്നത് അപ്പം കംപ്ലീറ്റ് പോയി പോവും. ഓക്കെ,
അപ്പം റാം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വോളട്ടൈൽ മെമ്മറി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഏതാണ് വോളട്ടൈൽ മെമ്മറി എന്നാണ് നമ്മൾ പറയുക. വോളട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ സേവ് ആവുന്നില്ല. അത് എന്താണ്, പവർ ഓഫ് ചെയ്തതോടുകൂടി അവിടുന്ന് ഡേറ്റ ലോസ് ആവും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഹാർഡ് ഡിസ്കിൽ പോയിട്ട് സേവ് ആവും. അപ്പോൾ നമ്മൾ എന്താണ്, പെർമനൻ്റ് ആയിട്ട് അവിടെ ഡേറ്റ സ്റ്റോറായി. ഓക്കെ, സോ റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, അത് വോളട്ടൈൽ മെമ്മറിയാണ്. അപ്പോൾ നമ്മളുടെ കറണ്ട് റണ്ണിങ് ആപ്ലിക്കേഷൻസൊക്കെ വിത്ത് നമുക്ക് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, റാമിലാണ്. പക്ഷേ അത് ഓഫ് ആവുന്നതോടുകൂടി എന്താണ്, പവർ പോകുന്നതോടുകൂടി അതിലുള്ള ഡേറ്റയൊക്കെ പോവും. ഓക്കെ, പെർമനൻ്റ് ആയിട്ട് അവിടെ സ്റ്റോർ ആവുന്നില്ല, ആ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നില്ല. അപ്പം ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ബയോസ് ആണ്. ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ബൂട്ട് ഫേംവെയർ ആൻഡ് പവർ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഫേംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയറിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന പ്രോഗ്രാംസിനെയാണ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്താണ് ഫേംവെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിൻ്റെ കൂടെ, അതായത് അത് ഹാർഡ്വെയർ മാനുഫാക്ചർ ടൈമിൽ തന്നെ എന്താണ് സോഫ്റ്റ്വെയറും അതിൽ ഇൻസ്റ്റാളാണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞു എന്താണ് നമ്മളുടെ ഇപ്പം നമ്മൾ പവർ ബട്ടൺ അമർത്തുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് ലോഡ് ചെയ്തു, അതിനെ നമ്മൾ പറയുന്നതാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂട്ടിംഗ് സമയത്ത് എന്താണ് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ്, മൗസ്, ഇതിലേക്കൊക്കെ നമുക്ക് പവർ വരുന്നതായിട്ട് കാണാം. ഓക്കെ, അതൊക്കെ പവർ വന്ന് ദെൻ എന്താണ്, അതായത് അവിടെ ഒരു ചെക്കിങ്, ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചെക്കിംഗ് ഒക്കെ നടത്തുന്നത് ഈ ബയോസ് ആണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ്. ഓക്കെ, മോണിറ്റർ, കീബോർഡ്, മൗസ് അങ്ങനത്തെ എല്ലാ ഡിവൈസുകളും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ എന്താണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്, ഈ ബയോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ ബസ്. അപ്പം നമ്മൾ ഇൻറ്റേർണൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, that connects CPU to various internal components and to expansion cards for graphics and sounds. അപ്പോൾ നമ്മൾ ചിപ്സെറ്റ് പറഞ്ഞു, CPU ബാക്കി കമ്പോണൻസും റാമും മെമ്മറിയൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് ചിപ്സെറ്റ്. അതേപോലെ തന്നെ ഇൻറ്റേർണൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU അതേപോലെ വേരിയസ് ഇൻറ്റേർണൽ കമ്പോണൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഗ്രാഫിക് കാർഡ്സൊക്കെ, അതൊക്കെ തമ്മിലുള്ള ഇൻറ്റേർണൽ കമ്പോണൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് ഇൻറ്റേർണൽ ബസ്. എക്സ്റ്റേണൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ പെരിഫറൽസ്, അതായത് നമ്മളുടെ കീബോർഡ്, മൗസ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് എക്സ്റ്റേണൽ ബസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നുള്ളതാണ് പവർ സപ്ലൈ. ഇപ്പോൾ നമ്മളുടെ ആ ഒരു കേസിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആ ഒരു പവർ സപ്ലൈന്ന് ഇപ്പം അവിടെ നോക്കാം. ഫസ്റ്റ് പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾ കമ്പ്യൂട്ടേഴ്സ് ഹാവ് സം സോർട്ട് ഓഫ് പവർ സപ്ലൈ. ഓക്കെ, this converts the supply voltage ഒന്നുകിൽ AC 110 or 220 volt to different voltages such as DC 5 volt, 12 volt and 3 volt. അതായത് ഇപ്പം നമ്മൾ ഒന്നായിട്ട് അതിലേക്കൊരു പവർ വരുമല്ലോ, അത് 110 വോൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ 220 വോൾട്ട് ആയിരിക്കും. അപ്പം ഈ ഒരു വോൾട്ടേജിന് ഓരോ കമ്പോണൻസിനും അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ എത്രയാണോ അങ്ങനെ അതിന് ആ ഒരു വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് പവർ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ നീഡഡ് ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ബൈ nearly every component inside the computer. There will be bunch of connectors coming off the supply called Molex connectors. അപ്പം അതാണ് ഈ സാധനം. ഓക്കെ, ഇപ്പോൾ ഈ പവർ സപ്ലൈന്ന് കുറേ വയേഴ്സ് ഇങ്ങനെ വരുന്നതാണ്.
അത് ഓരോന്നുമായിട്ടത് കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ കൂടിയാണ് പവർ വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മൊളക്സ് കണക്റ്റേഴ്സ് എന്ന്. ദേ കം ഇൻ വേരിങ് സൈസ് മീൻ ഫോർ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അതായത് അതിന് വേരിങ് സൈസ് ആയിരിക്കും. ഇപ്പോൾ മദർ ബോർഡ് ആണെങ്കിൽ യൂഷ്വലി ഇത് ലാർജസ്റ്റ് ഓഫ് ദി കണക്റ്റേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ ഓരോ കമ്പോണൻസിന് വേണ്ടിയിട്ടും ആ ഒരു കണക്ടർ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേ ഡിവൈസസ്. ഡിവൈസസ് ഇൻക്ലൂഡ് വീഡിയോ ഡിസ്പ്ലേ കൺട്രോളർ. വീഡിയോ ഡിസ്പ്ലേ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ മോണിറ്ററിലേക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡ്യൂസേഴ്സ് ദി ഔട്ട്പുട്ട് ഫോർ കമ്പ്യൂട്ടർ മോണിറ്റർ. അതായത് നമ്മളെ വീഡിയോ ഒക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുന്നില്ലേ, അത് ഈ വീഡിയോ ഡിസ്പ്ലേ കൺട്രോളർ വഴിയാണ് പോസിബിൾ ആകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഡിസ്പ്ലേ കൺട്രോളർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഔട്ട്പുട്ട് ഫോർ ദി കമ്പ്യൂട്ടർ മോണിറ്റർ. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് കാണാൻ പോസിബിൾ ആക്കുന്നത് ഈ വീഡിയോ ഡിസ്പ്ലേ കൺട്രോളർ വഴിയാണ്. ഇത് ഒന്നിക്കൽ മദർ ബോർഡിൽ ബിൽറ്റിനായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്പ്ലേ കൺട്രോളർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാഫിക് കാർഡ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് PCI അല്ലെങ്കിൽ AGP സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ PCI അല്ലെങ്കിൽ AGP പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? വീഡിയോ ഡിസ്പ്ലേ കൺട്രോളറാണ്. പ്രൊഡ്യൂസേഴ്സ് ദി ഔട്ട്പുട്ട് ഫോർ കമ്പ്യൂട്ടർ മോണിറ്റർ. ദിസ് വിൽ ഐദർ ബി ബിൽറ്റ് ഇൻ ടു മദർ ബോർഡ് ഓർ അറ്റാച്ച്ഡ് ഇൻ ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് സ്ലോട്ട് PCI ഇൻ ദി ഫോം ഓഫ് ഗ്രാഫിക് കാർഡ്സ്. ഓക്കെ, ഗെയിം അതുപോലെ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രാഫിക് കാർഡിൻ്റെ ആവശ്യം വരുന്നു. അല്ലെങ്കിൽ നമ്മളെ ബിൽറ്റിൻ ആയിട്ടുള്ള മദർ ബോർഡിൽ ബിൽറ്റിനായിട്ട് വരുന്നുണ്ട്. അതെന്ന് പറയുന്ന സമയത്ത് ഈ 3D സപ്പോർട്ടൊന്നും ചെയ്യില്ല. ഓക്കെ, ദെൻ അടുത്തത് മോണിറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിസ്പ്ലേ മോണിറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം എന്തൊക്കെയാണ്. ഇത് ഒരു പഴയ സിസ്റ്റമാണ് CRT, കാഥോഡ് റേ ട്യൂബ്. നിങ്ങൾ ഇതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കണേ. CRT മീൻസ് കാഥോഡ് റേ ട്യൂബ്. ദെൻ LCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതാണ്, LCD ആണ്. കാരണം ഇത് ലൈറ്ററാണ്. അതേപോലെ തന്നെ ലെസ് എനർജി മതി ആൻഡ് ജനറേറ്റ് ലെസ് ഹീറ്റ്. ഓക്കെ, അതേസമയം CRT കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു വേർഷൻ ഒരു സിസ്റ്റമാണ് കാഥോഡ് റേ ട്യൂബ് CRT മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പാണ്, LCD മോണിറ്ററാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കറിയാം റിമൂവബിൾ മീഡിയ ഡിവൈസസ്. അതായത് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ്, അതായത് CD, കോമ്പാക്റ്റ് ഡിസ്ക്. ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റിമൂവബിൾ മീഡിയ സൂറ്റബിൾ ഫോർ മ്യൂസിക് ആൻഡ് ഡേറ്റ. ഓക്കെ, മ്യൂസിക് ആൻഡ് ഡേറ്റ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളതാണ് CD, കോമ്പാക്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത്. സ്റ്റോറേജ് പർപ്പസിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം. അത് പോർട്ടബിൾ ആണ്. വേറെ ഒന്ന് ഓക്കെ, അപ്പോൾ ഈ CD നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയും CD-ROM. ROM മീൻസ് റീഡ് ഓൺലി മെമ്മറി ഡ്രൈവ്. എന്തിനാണ്? CDയിലുള്ള ഡേറ്റാസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും റൈറ്റർ വേണോ എന്നുള്ളത്. ഓക്കെ, റൈറ്റർ വേണ്ടെങ്കിൽ നമുക്ക് ROM ഡ്രൈവാണ് കിട്ടുക. ഇപ്പോൾ റൈറ്റർ ആണെങ്കിൽ CD റൈറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. ഡിവൈസ് യൂസ്ഡ് ഫോർ ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡേറ്റ ടു ആൻഡ് ഫ്രം എ CD. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ CDനെക്കാട്ടും കൂടുതൽ കപ്പാസിറ്റി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഓർത്ത് വെക്കണേ, ഇതിൻ്റെ ഫുൾ ഫോം DVD, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്.
a popular type of removable media that is the same dimension as a CD but storage up to 12 times as much information. It is the most common way of transferring digital video and is popular for data storage. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് എന്ത് DVD എന്ന് പറയുന്നത്. അത് CD റോമും DVD CD റൈറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയുണ്ട് DVD റോമും DVD റൈറ്ററും. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എന്താണ് 7 ടൈംസ് ആസ് മച്ച് ഇൻഫോർമേഷൻ ആസ് CD. അപ്പോൾ അതിൽ കൂടുതൽ ഡേറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതായത് ബ്ലൂറേ ഡിസ്ക് ഡ്രൈവ് റോം ഡ്രൈവും ഉണ്ട്, അതേപോലെ തന്നെ റൈറ്ററും ഉണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് HD DVD. ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നതും സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏറ്റവും പഴയ ഒരു കുറേ മുന്നേ യൂസ് ചെയ്തതാണ് ഫ്ലോപ്പി ഡിസ്ക്. ഇപ്പം ഫ്ലോപ്പി ഡിസ്കും അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ USB ഫ്ലാഷ് ഡ്രൈവ്. ഇത് ഇപ്പം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് USB എന്ന് പറയുന്നത്. നമുക്ക് GB മെഗാബൈറ്റ്സിലൊക്കെ കിട്ടുന്നുണ്ട്. 8GB പെൻ ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. USB-ൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഓക്കെ, യൂണിവേഴ്സൽ സീരിയൽ ബസ്, അത് ഓർത്തിരിക്കണേ. ഫുൾ ഫോം USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതാണ് നമ്മളെ പെൻ ഡ്രൈവ് ഒക്കെ, 8GB പെൻ ഡ്രൈവ്. ഓക്കെ, ദെൻ ടേപ്പ് ഡ്രൈവ്. ടേപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡിസ്ക് സ്റ്റോറേജ്, പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പണ്ടത്തെ ഈ കാസറ്റ് പോലത്തെ സംഭവമൊക്കെ അല്ലേ അത്. അപ്പം അത് ഇപ്പം അങ്ങനെ യൂസ് ഒന്നും ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. എന്തിനാണ്? പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നതാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിളില്ലേ, ആപ്പിൾ ലാപ്ടോപ്പൊക്കെ അല്ലേ, അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആവാൻ കാരണം, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ദെൻ കാർഡ് ആൻഡ് സ്പീക്കർ എനേബിൾസ് കമ്പ്യൂട്ടർ ടു ഔട്ട്പുട്ട് സൗണ്ട് ആൻഡ് ഓഡിയോ. അത് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്പീക്കർ അത് ഇൻറ്റേർണൽ വരുന്നുണ്ട്, എന്നാൽ എന്താണ് എക്സ്റ്റേണലായിട്ട് നമുക്ക് സ്പീക്കറെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇൻപുട്ടായിട്ട് ഇപ്പം നമുക്ക് സൗണ്ട് ഇൻപുട്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് മൈക്രോഫോണ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതർ പെരിഫറൽസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ കീബോർഡ്. അറിയാലോ എന്തിനാണ്? ടൈപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പോയിൻറ്റിംഗ് ഡിവൈസസ്, അതാണ് മൗസ്. അപ്പം നമ്മൾ സാധാരണ മൗസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ പോയിൻറ്റിംഗ് ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട്സ് 2-dimensional മോഷൻ റിലേറ്റഡ് ടു ഇറ്റ് സപ്പോർട്ടിംഗ് സർഫേസ്. അപ്പം സാധാരണ ഒരു മൗസ് നമ്മളെടുത്ത് അതിലുള്ളൊരു ബോൾ കാണാം. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോളിന് പകരം എന്താ വരുന്നത്? ലൈറ്റ്. ഓക്കെ, എ ന്യൂവർ ടെക്നോളജി ദാറ്റ് യൂസസ് ലൈറ്റ് ടു ട്രാക്ക് ദി സർഫേസ് അണ്ടർ ദി മൗസ് ടു ഡിറ്റർമിൻ ദി മോഷൻ ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു കേഴ്സർ മൂവ്മെൻറ്റ്സ് ഓൺ ദി സ്ക്രീൻ. ഓക്കെ, അതേപോലെ തന്നെ വരുന്നതാണ് വേറൊരു പോയിൻറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നതാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അടുത്തത് ഗെയിമിംഗ് ഡിവൈസസ്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ജോയ്സ്റ്റിക്ക്, ഗെയിം പാഡ്, ഗെയിം കൺട്രോളർ, ഇതൊക്കെ ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇതേപോലെ തന്നെ വരുന്നതാണ് ഇമേജ് വീഡിയോ ഇൻപുട്ട് ഡിവൈസസ്. ഇമേജ് സ്കാനർ, നിങ്ങൾ സ്കാനർ കേട്ടിട്ടില്ലേ? സ്കാനർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ബുക്കൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഉള്ളതാണ് ഇമേജ് സ്കാനർ. അനലൈസിങ് ഇമേജ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് ഓർ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ വെബ് ക്യാം അറിയാലോ. ഓക്കെ, എ ലോ റെസൊല്യൂഷൻ വീഡിയോ ക്യാമറ യൂസ്ഡ് ടു പ്രൊവൈഡ് വിഷ്വൽ ഇൻപുട്ട് ദാറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ഓവർ ദി ഇൻ്റർനെറ്റ്. വെബ് ക്യാം അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് ഡിവൈസസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്പീക്കർ പറഞ്ഞു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന. ദെൻ അടുത്തത് പ്രിൻറ്റേഴ്സ് ലൈക്ക് ലേസർ പ്രിൻറ്റർ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ
നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസർ പ്രിൻ്റർ യൂസ് ചെയ്യും. അത് ചീപ്പറാണ്. വേറെ ഒന്ന് കളർ ഇൻജെക്റ്റ് പ്രിൻ്റർ, അതായത് എന്താണ് കളർ പ്രിൻ്റർ, അതായത് 4 കളേഴ്സ് ഓഫ് ഇങ്ക്, സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ദെൻ അടുത്തത് സ്കാനർ. നമുക്കെല്ലാം അറിയുന്നതാണ്. സ്കാനർ എന്ന് പറഞ്ഞത് എന്താണ്? അതിൽ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ്, അതാണ് അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തത്, ഫ്ലാറ്റ് ബെഡ് സ്കാനർ. അതായത് ഫ്ലാറ്റ് ബെഡ് സ്കാനറിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഇമേജ്, ഇപ്പം നമ്മളുടെ നോട്ട്ബുക്ക് വെച്ച് നമ്മൾ സ്കാൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ അതൊരു ഇമേജാണ്. അപ്പോൾ ഈ ഇമേജിൽ നിന്ന് നമുക്ക് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്തെടുക്കാൻ പറ്റും ബൈ യൂസിങ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ആ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്കത് ആ ഇമേജിലുള്ള ഡേറ്റ റീഡ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേർഡ് ഫയലിലൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് മോഡം നമുക്കറിയാം എന്താണ്, നമ്മളുടെ കമ്പ്യൂട്ടർ എന്താണ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലേറ്റർ, അത് മോഡുലേറ്ററും ഡിമോഡുലേറ്ററും, അതായത് നമ്മൾ അനലോഗ് സിഗ്നൽസും പിന്നെ എന്താണ് ഡിജിറ്റൽ സിഗ്നൽസൊക്കെ ആക്കി മോഡം മാറ്റും. എ മോഡം അലൗസ് എ കമ്പ്യൂട്ടർ ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ആൻ അനലോഗ് മീഡിയം, അതായത് മോസ്റ്റ് കോമൺലി എ ടെലിഫോൺ ലൈൻ. ദി മോഡം encodes digital signals from computer as analog signals suitable for transmission. അതാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു മോഡം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഇൻ്റർനെറ്റൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോഡം, ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലെ ഡേറ്റ എല്ലാം എന്താണ് ഡിജിറ്റലാണ്. അപ്പോൾ ഈ മോഡം എന്താക്കും, ഈ ഡിജിറ്റൽ ഡേറ്റനെ പിടിച്ചിട്ട് അനലോഗ്, കാരണം ടെലിഫോൺ ലൈനിൽ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അനലോഗ് സിഗ്നൽസ് ആയിട്ടാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ അനലോഗാക്കി മാറ്റും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനെ അനലോഗ് സിഗ്നൽസിനെ തിരിച്ച് ഡീകോഡ് ചെയ്തിട്ട് ഡിജിറ്റൽ ഡേറ്റയാക്കി മാറ്റുന്നതാണ് ഡിമോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡിവൈസ്, അപ്പം ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഒരേ ടൈം അനലോഗും നമ്മളോട് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എന്താണ് മോഡുലേഷനും ഡിമോഡുലേഷനും നടത്തുന്ന ഡിവൈസ് ഏതാണ്? അതായത് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാനും പറ്റുന്ന ഡിവൈസ് ഏതാണ്? അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ മോഡമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഹാർഡ്വെയർ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്.